അപ്പം ഞങ്ങൾ ആമസോൺ കാർഡിന്റെ കുറിച്ച് മാത്രമല്ല സാർ, അതും പ്രധാനമാണ്. രാജ്യത്ത് നടക്കുന്ന, ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും നിലപാടുകളുള്ള പ്രസ്ഥാനമാണ്, യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ, വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ 10,000-കണക്കിന് ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും ഇടത് യുവജന സംഘടനകളുടെ പ്രതിനിധികളാരും വരില്ല, CPM-ന്റെ പ്രതിനിധികളാരും വരില്ല. അതിന് കാരണമായി അവർ പറഞ്ഞത് ഭരണഘടനാനുസൃതം രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്, അതേക്കുറിച്ച് പുറത്തുള്ളവർ പ്രതികരിക്കുന്നത് ശരിയല്ല, PSC ചെയർമാനോ അംഗങ്ങളോ തന്നെ പ്രതികരിക്കട്ടെ എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടതുമുന്നണിക്ക് മടി? ഭരണത്തിൽ നിന്ന് മാറിയിട്ട് പോലും, പ്രതിപക്ഷത്തെത്തിയിട്ട് പോലും ഇടത് യുവജന പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഇത്ര വലിയൊരു വിഷയത്തിൽ മിണ്ടാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിനുള്ള യോഗ്യത അവർക്ക് ഇല്ല എന്നുള്ള തോന്നൽ സ്വയം ഉള്ളത് കൊണ്ടാവുമോ? നിങ്ങൾ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അവരെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കി അവരെന്തുകൊണ്ടും മിണ്ടുന്നില്ല, അവരെന്താണ്? അതല്ല അതിന്റെ പ്രശ്നം എന്തെന്നറിയോ? കേരള PSC പോലെ രാജ്യത്തിന് തന്നെ മാതൃകയായി, അതാ ഞാൻ പറഞ്ഞത്, രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള വലിയൊരു തൊഴിൽ ഏജൻസിയാണ് ഗവൺമെന്റിന്റെ. അത് നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിന്ന് ചർച്ച ചെയ്ത് ഈ സ്ഥാപനത്തെ അതിനുള്ള ആരോഗ്യപരമായ ചർച്ചകളാണ് വേണ്ടത്. PSC-യുടെ ഉള്ളിൽ പോലും നിലവിലുള്ള പട്ടിക അട്ടിമറിച്ചുകൊണ്ട് നിയമനം നടത്തുന്നവരാണോ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം? നമ്മൾ ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ആരോപണമല്ല, വസ്തുതയാണ്. തെളിവ് സഹിതം പരാതി കൊടുത്തിരിക്കുന്നതാണ് മുഖ്യമന്ത്രി. അല്ല അതൊക്കെ തെളിയിക്കട്ടെ. അല്ല പരാതി അല്ലല്ലോ, പരാതി പ്രശ്നം എന്താണെന്നറിയാമോ? ശ്രീ രാജേഷ് ചെറുപ്പാട്, കഴിഞ്ഞ 10 വർഷത്തിനിടെ PSC അംഗങ്ങളായിരിക്കുന്നവർ ഏതാണ്ട് മുഴുവൻ പേരും തന്നെ, ബഹുഭൂരിപക്ഷം ആളുകളും തന്നെ ഇടത് സഹയാത്രികരാണ്. ഈ പറയുന്ന പല ലിസ്റ്റിലും നിയമനം കിട്ടിയിരിക്കുന്നവരും ഇടത് യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നവരോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ ഭാഗമായിരുന്നവരുമാണ്. അവിടെയാണ് ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് PSC ചെയർമാൻ ഒളിച്ചോടുന്നത്? ഉത്തരക്കടലാസ് നൽകാതിരിക്കുക ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അന്വേഷണം നടക്കുമ്പോൾ അത് ആഭ്യന്തര വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ച കാര്യം പരീക്ഷാ കൺട്രോളറിലേക്ക് മാറ്റുക. എന്തിനാണ് ചെയർമാൻ ഇത്തരം അട്ടിമറികൾക്ക് ശ്രമിക്കുന്നത്? അദ്ദേഹത്തിനൊന്നും ഭയപ്പെടാനില്ലെങ്കിൽ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്നോട് ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടില്ല. അത് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ അദ്ദേഹത്തെ നിയമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചിന്താഗതിയിൽപ്പെട്ട ആളായതുകൊണ്ട് താങ്കൾക്കും പറയാൻ മറുപടി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.